ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഫ്രീസറിൽ കോൾഗേറ്റ് വെച്ച് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് കണ്ടു നോക്കിയാൽ അടിപൊളിയൊരു ടിപ്പാണ്. അപ്പോൾ അതിലെല്ലാവരും ഒന്ന് കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇതിന് കൂടെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ, വളരെ യൂസ്ഫുള്ളാവും. ഇതിനായിട്ട് ഞാനിപ്പം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അതായത് കടുകും അതുപോലെ തന്നെ ഉള്ളി ഇട്ടൊന്നൊക്കെ താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് അരിഞ്ഞെടുത്തിരിക്കുന്ന പാവയ്ക്കാണ് കേട്ടോ. പാവയ്ക്ക ഈ നല്ല കയ്പുള്ള പാവയ്ക്ക പുളിച്ചാറ് വെക്കുമ്പോഴത്തേക്ക് എങ്ങനെ കയ്പ് കുറച്ചിട്ട്, അതായത് ഈ പാവയ്ക്കയിലെ ഒരു കയ്പ് എല്ലാം കളഞ്ഞ് എങ്ങനെ നമുക്ക് കറി വെക്കാം എന്നുള്ള ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഈ പാവയ്ക്കയുടെ കൂടെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത്. ഈ സവാള നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടി ഉപ്പൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് നമ്മുടെ ഈ പാവയ്ക്കയുടെ കളറ് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇത് വഴറ്റുന്ന കൂടെ തന്നെ നമ്മുടെ വീടുകളിൽ കുടംപുളി കാണുമല്ലോ. ഈ കുടംപുളി ഒരു കഷ്ണം കൂടി ഇട്ടിട്ട് വേണം വഴറ്റാനായിട്ട്. അപ്പോൾ ഈ കുടംപുളി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിക്കുക. അതായത് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് വഴറ്റി നോക്കൂ. അടിപൊളിയായിട്ട് ഈ പാവയ്ക്കയുടെ കയ്പ് ഒരു തുള്ളി പോലും കയ്പില്ലാതെ നല്ല അടിപൊളി ടേസ്റ്റ് പുളിച്ചാറ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചിലർ പാവയ്ക്ക കറി, പാവയ്ക്ക തോരൻ, അതുപോലെ പാവയ്ക്ക തീയലൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല കയ്പ് കാണും അല്ലേ. പക്ഷേ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ്. ഞാനിങ്ങനെയാണ് പുളിച്ചാറ് വെക്കാറുള്ളത് പാവയ്ക്കയുടെ. നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലെയാണോ അല്ലയോ എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാവയ്ക്ക ഇത് കണ്ടില്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം ഇതിന് വേണ്ട മസാല എല്ലാം എടുത്തൊരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ എരിവിനനുസരിച്ചുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ളത് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതേ പാവയ്ക്ക ഞാൻ ഇതുപോലെ കണ്ട ഇതേ രീതിയിലാണ് അതിൻ്റെ പാവയ്ക്കയുടെ കളറെല്ലാം മാറിയിട്ട് ഒരു ബ്രൗൺ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആക്കിയിട്ടില്ല. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല എന്നിട്ട് കൊടുക്കുക. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലപോലെ അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ അരപ്പെല്ലാം നമ്മുടെ പാവയ്ക്കായിൽ സവാളയിലെല്ലാം പിടിക്കും. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കുടംപുളിയുടെ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇതിൽ തന്നെ പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പാവയ്ക്കകത്ത് അല്ലെങ്കിൽ കുറച്ചേറെ ഉപ്പ് ആവശ്യമാണ്. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഉപ്പാണ് വേണ്ട, ഒരുപാട് കൂടി പോകരുത്. അതിനുശേഷം നല്ല കുറച്ച് നമ്മുടെ ഇത് വേകാനുള്ള ആവശ്യത്തിന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിച്ചാറെന്ന് പറയുമ്പോൾ കുറുകിയിരിക്കത്തില്ലല്ലോ, കുറച്ച് ലൂസായിട്ട്. അതുമല്ലാതെ ഒരുപാട് ലൂസും അല്ല ഒരുപാട് കുറുകിയല്ലാത്ത രീതിയിലാണ് പുളിച്ചാറിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതായത് ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കുക, പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടേക്കുക. അപ്പം നമ്മുടെ ഇതിൻ്റെ എണ്ണ എല്ലാം തെളിഞ്ഞ് വരും കണ്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഒരു തുള്ളി പോലും കയ്പില്ലാതെ ഇതേ രീതിയിൽ വെക്കുവാണെങ്കിൽ ഒരു തുള്ളി പോലും കയ്പില്ലാതെ നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള പുളിച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക പുളിച്ചാറ് റെഡി ആയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ വരെ ഇനി ഇത് കൂട്ടിക്കൊള്ളും കേട്ടോ. കയ്പുള്ളത് കാരണം കുട്ടികളും കഴിക്കാറില്ലല്ലോ. അപ്പോൾ കുട്ടികളും ഇനി ഇത് കഴിച്ചോളും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഒരുപാട് പുതിന, മല്ലിയെല്ലാം നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും ഈ പുതിനയിലും മല്ലിയിലും ഒരുപാട് വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇവർ വളർത്തുമ്പോഴത്തേക്കൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് പുഴുപിടിക്കാതിരിക്കാനും ചള്ളായി പോകാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്വല്പം മഞ്ഞൾ പൊടിയും കൂടി ഇട്ടൊന്ന് കഴുകി എടുത്തിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ അഴുക്കൊന്നും പോകത്തില്ല. ഇതിലൊക്കെ വിഷാംശങ്ങളൊക്കെ ഒത്തിരി കാണും. അപ്പോൾ നിങ്ങൾ കഴുകുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് കഴുകി എടുത്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചിക്കൻ കറി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറിയിലേക്ക് സൂത്രം ഇട്ട് കൊടുക്കുന്ന വീഡിയോ സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഏത് ചിക്കൻ കറി അതുപോലെ ബീഫ് കറി, മട്ടൻ കറി ഒക്കെ വെക്കുമ്പോൾ ഈ ഒരു സൂത്രം കൂടെ വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അതായത് ഒരു സ്വല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ ഇത് കണ്ടില്ല, നമ്മുടെ ഇവിടെ അപ്പം ഉണ്ടാക്കിയെടുത്തുള്ള സൂപ്പർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈസ്റ്റ് വേണ്ട, സോഡാപ്പൊടി വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ചോറൊന്നും ഇല്ലാതെ അടച്ചിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ
നമ്മുടെ ചാനൽ ഇട്ടുണ്ട്, കാണാത്തവരൊന്നും പോയി കാണാം. അതേ രീതിയിൽ തന്നെയാണ് ഈ അരപ്പം ഉണ്ടാക്കിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട് കേട്ടോ. ഒന്ന് കണ്ടു നോക്കുക, നല്ല മുരിച്ചെടുക്കാൻ പറ്റിയ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതേ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ്, ഞാനിവിടെ കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഇവിടെ എടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുക, എന്തിനാണ് ഈ കോൾഗേറ്റ് ഈ പേസ്റ്റ് എല്ലാം എടുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് അല്ലേ? ഇതുകൊണ്ട് വളരെ അടിപൊളിയായിട്ടൊരു ടിപ്പുണ്ട്, നല്ല യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഏത് പേസ്റ്റ് വേണമെങ്കിലും ഇതിലെടുക്കാം, പക്ഷെ വൈറ്റ് കളറിലെ പേസ്റ്റാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ റെഡ് കളറിലെ പേസ്റ്റ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഈ കോൾഗേറ്റ് കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പ്ലേറ്റിലേക്ക് ഞാൻ 3 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഒരുപാട് വേണ്ടവർക്ക് കുറച്ചേറെ ഉണ്ടാക്കി വെച്ചാൽ ഇത് വളരെ യൂസ്ഫുള്ളാകും. നമുക്ക് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് 2 ഉരുളയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് വൈറ്റ് കളറിലെ പേസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഏത് കളർ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ബേക്കിംഗ് സോഡയിലേക്ക് കുറച്ച് റെഡ് കളറിലെ പേസ്റ്റ് തന്നെയാണ്, കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതായത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക. അപ്പോൾ നമ്മൾ പേസ്റ്റ് ഇങ്ങനെ എടുക്കാം. പേസ്റ്റ് കൂടി പോകുമ്പോൾ ഇച്ചിരി വെള്ളമയത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് എടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊന്ന് നല്ലപോലെ സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടും, നല്ല സാരില്ല. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് വേണമെങ്കിൽ ഒന്ന് കുഴച്ച് ചപ്പാത്തി രൂപത്തിലെടുക്കും. നമ്മുടെ കയ്യിലൊന്നും പിന്നെ ഒട്ടത്തൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നല്ല വൃത്തിക്ക് ഇവിടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി മാറ്റാം. അതായത് നമ്മുടെ വീടുകളിലൊക്കെ ഐസ് ട്രേ ഒക്കെ കാണുമല്ലോ, അതിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ ഉരുട്ടി എടുത്താലും മതി കേട്ടോ. ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്താലും മതി. ഇപ്പം ഞാനിവിടെ ഞാനിപ്പം 2-3 ഒക്കെ ഉള്ളതിനനുസരിച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഈ ട്രേ മുഴുവൻ ഫില്ല് ചെയ്തിട്ടൊരു ബൗളിലാക്കി വെച്ചാൽ മതി. അതവിടെ എത്ര വർഷം വേണമെങ്കിലും ഇരുന്നോളും. നമുക്ക് വയ്യാതിരിക്കുന്ന അവസരങ്ങളിൽ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഈ ഒരു സാധനം മതി. അതപ്പോൾ കൈ വേദനയ്ക്കില്ല, ബാത്റൂം ഉരയ്ക്കേണ്ട, കഴുക ഒത്തിരി ബുദ്ധിമുട്ടി നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മുടെ നടുവേദനിക്കത്തില്ല, ഒന്നും വേണ്ട, തേക്കുകയും വേണ്ട, ഉരയ്ക്കുകയും വേണ്ട, ഒന്നും വേണ്ട, ബ്രഷിൻ്റെ ആവശ്യമേ ഇല്ല. ഈ ഒരു സാധനം മതി കേട്ടോ. ഈ ഇത് നമ്മൾ കൊണ്ട് നേരെ നമ്മുടെ ബാത്റൂമിൽ ക്ലോസറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഷിൽ ടാങ്ക് തുറന്നിട്ടാണ്, അതിലാണെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുട്ടികളൊക്കെ ബാത്റൂം മൂത്രമൊക്കെ ഒഴിച്ചതിന് ശേഷം അവരുടെ വെള്ളം ഒന്നും ഒഴിക്കാതെ വരുമ്പോൾ നമുക്ക് ഇതെടുത്ത് അതിൻ്റെ അടുത്ത് കൊണ്ടിട്ടതിന് ശേഷം ഒന്ന് ഫ്ലഷ് അടിച്ച് വിടുവാണെങ്കിൽ അടിപൊളി മണമായിട്ട് കിടന്നോളും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ട്രെയിൽ കുറച്ചൊന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ഉരുളകളാക്കിയും വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ട്രെയിൻ ഞാൻ ഫുള്ള് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കും. അങ്ങനെ നിങ്ങളും ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമുക്കന്നപ്പോൾ ഇത് മാത്രം മതി നമ്മുടെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. ഞാൻ നമ്മുടെ ടോയ്ലറ്റിൽ കൊണ്ടിട്ട് കൊടുക്കുന്ന ഒരു ബോൾസ് പോലെയാണ്, ഇതുപോലെ ഉരുണ്ട ഒരു ബോൾസ് പോലെയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നുകൂടെ സെറ്റ് ആകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ എടുത്തതിന് ശേഷം 1 മണിക്കൂറോളം നമ്മൾ വെച്ച് കൊടുക്കുക. നല്ല സെറ്റ് ആകണമെങ്കിൽ ഞാൻ നേരത്തെ എടുത്തത് കാണുവാണ് അങ്ങനെ ആയത്. അപ്പോൾ ഈ ഒരു ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോസറ്റിലോ അല്ലെങ്കിൽ ഫ്രഷ് ടാങ്കിലോ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. നമുക്ക് കാശ് കൊടുത്തൊന്നും വെളിയിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൾഗേറ്റ് എന്ന് പറഞ്ഞ സാധനം അടിപൊളിയാണ്, നല്ല ക്ലീൻ ചെയ്യാനും അതുപോലെ നല്ലൊരു മണവുമാണ്. വീടിനുള്ളിലെല്ലാം മണം തങ്ങി നിൽക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. ഒറ്റ ഫ്ലഷ് അടിച്ചപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.